കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെളുത്തവാവ് വരെ എഴുതാകുള്ളൂ. വെളുത്തവാവ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഈ ബീജാക്ഷരം എഴുതി പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷേ ഈ എഴുതുന്ന കാര്യം ഇങ്ങനെ ചെയ്ത് നിങ്ങൾ വെക്കുക. പേഴ്സിലോ പോക്കറ്റിലോ വെക്കുക, നിങ്ങളുടെ മേശയിൽ വെക്കുക, നിങ്ങളുടെ അലമാരിയിൽ വെക്കുക. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾ പല ആളുകളെയും വിളിക്കുന്നുണ്ട്. തിരുമേനി മാത്രമല്ല, എന്നെ മാത്രമല്ല, നൂറുകണക്കിന് ആളുകളെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നം, എന്നെ വിളിക്കുന്ന 98% ആളുകളും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നതും. അപ്പോൾ ഈ ധനപരമായിട്ടുള്ള പ്രശ്നം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് പലരും പല പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും മുടക്കാനിനി ഒന്നും കാണത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. നമ്മുടെ കയ്യിൽ ധനവരവ് ഉണ്ടാകുന്നതിനും കടബാധ്യതകളൊക്കെ പെട്ടെന്ന് തീരുന്നതിനും ഉള്ള ഒരു പരിഹാരമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മഹാലക്ഷ്മിയുടെ ഒരു ബീജാക്ഷരവും അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കലായിട്ടുള്ള ഒരു സംഖ്യയുമാണ്. അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ സംഖ്യ, ഈ പറയുന്ന ഏഞ്ചൽ നമ്പർ എന്നാണ് അവർ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ എഴുതി വെക്കുകയും അവർക്ക് അവരുടേതായ ഭാഗ്യസംഖ്യകളെ തേടിയിട്ട് അവരത് പേഴ്സിലൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉള്ളതായിട്ടറിയാം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു ബീജാക്ഷരവും അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പറും, അതായത് ഭാഗ്യസംഖ്യ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരിക, എല്ലാ വിധത്തിലുള്ള ധനവരവുണ്ടാവുക, ധന തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക. അതുപോലെ തന്നെ നമ്മൾ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുക, കടം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതിന്. അതുകൂടാതെ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് നിങ്ങൾക്കത് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, അത് കൊടുത്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്കത് കൊടുത്ത് തീർക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിന്. അതുകൂടാതെ ലോണൊക്കെ എടുത്തിട്ട് ആകമാനം ബുദ്ധിമുട്ടിയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്കിത് ചിലവൊന്നും കയ്യിൽ നിന്ന് പോകുന്നതല്ല. അതുകൂടാതെ ഇതിനകത്തൊന്നും നഷ്ടപ്പെടാനുമില്ല. അപ്പോൾ ഇത് ഒരു വിശ്വാസപരമായിട്ടും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങൾ ആത്മാർത്ഥ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി എഴുതി വെക്കുക. നമുക്കറിയാം, ബീജാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവതകൾക്കും ഓരോ ബീജാക്ഷരം ഉണ്ടായിരിക്കും. ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിത്ത്, അതായത് നമുക്ക് നട്ടാൽ കിളിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ വിത്തിൽ നിന്നും ഒരു വലിയ വൃക്ഷമായി വരെ മാറാൻ പറ്റുന്ന വിത്തുകൾ ധാരാളമുണ്ട്. അപ്പം നമ്മൾ പല വിധത്തിലുള്ള വഴിപാടുകളും നേർച്ചകളും പൂജകളും കർമ്മങ്ങളും ഒക്കെ പൈസയുടെ പ്രശ്നം മാറാൻ വേണ്ടി വീണ്ടും പണം കൊടുത്തിട്ട് പൂജകൾ ചെയ്തിട്ട് ധനതടസ്സം മാറുന്നില്ല. ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ധനതടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരാളോട് നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ അവർ പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ധനമാണ് ചോദിക്കുന്നത്. അവരെയും കുറ്റമല്ല, പൂജകൾ ചെയ്യണമെങ്കിൽ പണം വേണമല്ലോ. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പലരും പല കർമ്മങ്ങൾ ചെയ്യുക. പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി വേറെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ വിശ്വാസത്തോടു കൂടി പലരിടത്തും പോയിട്ട് ഒരുപാട് പണം മുടക്കിയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പ്രശ്നം മാറുന്നില്ല. അപ്പോൾ ഇന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്കിത് ചെയ്യാം. പക്ഷേ ഇത് നിസ്സാരമെന്ന് നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ പവർഫുള്ളാണ്. മഹാലക്ഷ്മിയുടെ ബീജാക്ഷരവും അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പറും നിങ്ങൾ എഴുതി വെക്കുക. അപ്പം നമുക്കറിയാം, ഓരോ ദേവതകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ബീജാക്ഷരം ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പം മഹാഗണപതിയുടെ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതിയെ വരവരത സർവജനമേ വശമാനയാഹ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം ജപിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തിൽ ഒരു ശക്തി അടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആചാര്യന്മാർ. ഇതുപയോഗിക്കും തോറും, ഇതിൻ്റെ സംഖ്യ കൂടും തോറും നമുക്ക് ആ കർമ്മത്തിൽ നിന്നും ഒരു ഫലം, നമ്മളുടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞു മാറിയിട്ട് ധനപരമായിട്ടുള്ള ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓം ശ്രീം നമ എന്ന് പറഞ്ഞിട്ടുള്ള ബീജാക്ഷരമാണ് മഹാലക്ഷ്മിയുടെ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇത് എഴുതി വെക്കുന്നതിന് ചില രീതികളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ വിത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉറങ്ങിക്കിടക്കുന്ന ജീവനാണ്. നമ്മളത് സൂക്ഷിച്ചു വെക്കുന്ന, ഒരു വിത്ത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ജീവനുണ്ടെന്ന് നമുക്കറിയാം. ചെറിയൊരു വിത്തിൽ നിന്നും നമുക്ക് വലിയ വൃക്ഷങ്ങൾ വരെ ഉണ്ടാകും. അപ്പം മന്ത്രത്തിൻ്റെ ശക്തി എന്തുമാത്രം പവറാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഈ പറയുന്ന ബീജാക്ഷരം എന്ന് പറയുന്നത് ഓം ശ്രീം നമ എന്ന് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കെട്ടി വള്ളിയാണ് ശ്രീം എന്ന് പറയുമ്പോൾ.
അപ്പം ആ ശ്രീം നമ എന്ന് പറഞ്ഞ് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അതുകൂടാതെ ഒരു ബീജാക്ഷരമുണ്ട്. ആ ബീജാക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നും, ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹാരമാകും. അപ്പം മഹാലക്ഷ്മി ദേവിയെയാണ് നമ്മൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുരാണങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലക്ഷ്മി കടാക്ഷമില്ലാതെ ഐശ്വര്യം കെട്ടുപോയിട്ടുള്ള ദേവതമാർക്ക് ജരാനരകളൊക്കെ ബാധിച്ച കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം മഹാലക്ഷ്മിയുടെ ചൈതന്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പം തന്നെ അറിയാമെന്ന് പറയും. അപ്പം മഹാലക്ഷ്മിയെ പൂജിച്ചാൽ നമുക്കറിയാം, അഷ്ടലക്ഷ്മി കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അഷ്ടലക്ഷ്മികളുള്ള കാര്യമൊക്കെ അറിയാം. അപ്പം മഹാലക്ഷ്മിയെ പൂജിക്കുക വഴി 16 തരത്തിലുള്ള ഫലം മഹാലക്ഷ്മിയെ പൂജിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടും. അപ്പം മഹാലക്ഷ്മിയുടെ ഗായത്രി മന്ത്രവും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഓം മഹാലക്ഷ്മിയച്ച വിത്മഹേ വിഷ്ണുപത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് പറഞ്ഞ മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഓം മഹാദേവിയച്ച വിത്മഹേ വിഷ്ണുപത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ തടസ്സം വരിക, ഒരാളോട് ചോദിക്കുമ്പോൾ തടസ്സം വരിക, നമ്മളൊരു വിൽപ്പന, ഗൃഹവിൽപ്പന, വസ്തു വിൽപ്പനയൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ജപിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പറ്റുമെങ്കിൽ എല്ലാ പറയുന്ന ദിവസങ്ങളിൽ ഈ മന്ത്രം എഴുതി നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ അലമാരയിലോ, ഒരു കടയാണെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഒരു മേശയിലോ എഴുതി വെക്കുക. നമുക്കറിയാം, നമ്മൾ ഈ സംഖ്യ എന്ന് പറയുമ്പോൾ സംഖ്യാശാസ്ത്രം നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വാഹനം എടുത്താൽ അതിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ എത്ര വിശ്വാസമില്ലാത്തവരാണെങ്കിലും അത് കൂട്ടിയൊന്ന് നോക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് പേരിടുമ്പോൾ ന്യൂമറിക്കലായിട്ടുള്ളൊരു സംഖ്യ കിട്ടുമോ എന്നൊക്കെ ജനിച്ച ഡേറ്റുകൾ തമ്മിൽ കൂട്ടി നോക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യസംഖ്യ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നമുക്കറിയാം, നവഗ്രഹങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ 1 മുതൽ 9 വരെയാണ് നമ്മൾ കൂട്ടുന്നത്, 0 അല്ല നമ്മൾ കൂട്ടുന്നില്ല, 1 മുതൽ 9 വരെ. അപ്പോൾ സംഖ്യകൾക്ക് ഒരു പവറുണ്ട്. അതുകൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ ഇന്നതാണ് എന്ന് നമ്മൾ പലതവണ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ 369 369, അതായത് 3ൻ്റെ ഗുണിതമായിട്ടുള്ള 3, 6, 9 എന്ന് പറഞ്ഞ സംഖ്യയും ഓം ശ്രീം നമ എന്ന് എഴുതി വെക്കുന്നത് നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ ഉത്തമമാണ്. അതുകൂടാതെ ഇത് ചുമ്മാതെ ഒരു ദിവസം രാവിലെ എണീറ്റ് എഴുതി വെക്കുക എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഇത് വെളുത്തവാവിൻ്റെ അന്ന് എഴുതുക. വെളുത്തവാവ് കഴിഞ്ഞുള്ള ദിവസം ഉണ്ടല്ലോ, 1 എന്ന് പറഞ്ഞു തുടങ്ങുന്ന കറുത്തപക്ഷത്തിലെ പ്രഥമ എന്ന് പറയും, ആ ദിവസങ്ങളിൽ എഴുതാൻ പാടില്ല. അപ്പം നിങ്ങൾ വെളുത്തവാവിൻ്റെ അന്ന് എഴുതുക. അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസം മുതൽ വേണമെങ്കിൽ ഈ മന്ത്രം നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു വൈറ്റ് പേപ്പറിൽ, വരയൊന്നുമില്ലാത്ത വൈറ്റ് പേപ്പറിൽ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പച്ച കളറുള്ള ഇലകളിൽ നമുക്ക് എഴുതാം, പച്ച മഷി കൊണ്ട് എഴുതാം എന്നൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആലില കിട്ടുവാണെങ്കിൽ അതിലെഴുതുക, ഇല്ലെങ്കിൽ ബേ ലീഫ് കിട്ടുന്നെങ്കിൽ അതിലെഴുതി വെക്കുക. 369 എന്ന് എഴുതി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഓം ശ്രീം നമ എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുക. അത് എഴുതേണ്ട ദിവസം വെച്ചാൽ ഒന്നുകിൽ നമ്മൾ വെള്ളിയാഴ്ച രാഹുകാലം ഒഴിവായ സമയം, രാഹുകാലം നമുക്കറിയാം 10:30 12 നമ്മുടെ രാഹുകാലം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രാഹുകാല സമയം ഒഴിവാക്കിയിട്ടുള്ള ദിവസം എഴുതുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും നമുക്ക് എഴുതാം. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തവാവ് 15 ദിവസമേ ഉള്ളൂ നമുക്കറിയാം. വെളുത്തവാവ് കഴിഞ്ഞിട്ടുള്ള ദിവസം മുതൽ 15 ദിവസത്തേക്ക് ഈ സംഖ്യ എഴുതരുത്, ഒഴിവാക്കണം. അപ്പോൾ അത് അറിയാൻ വയ്യാതെ കണ്ട് എല്ലാ ദിവസവും പോയി എഴുതരുത്. കാരണം നമ്മുടെ ചന്ദ്രൻ കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ദിവസം വളർന്ന് അതിൻ്റെ കാര്യത്തിലോട്ട് പോകുന്നില്ല. അതായത് സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ അളവിനനുസരിച്ച് അത് ഓരോ ദിവസവും പൂർണ്ണചന്ദ്രനാവുന്നവരെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പോകുന്നത്. വളരുന്നെന്നും ഞാൻ പറഞ്ഞത് ആ രീതിയിൽ വിചാരിക്കരുത്. അപ്പോൾ വെട്ടം കിട്ടുന്ന ഒരു ഭാവമാണ് അതിന് പറയുന്നത്. അപ്പം ചന്ദ്രൻ്റെ ആ പ്രകാശം കൂടിക്കൂടി വരുന്നത് പോലെ തന്നെ നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി ധനം കൂടിക്കൂടി വരുന്നതിന് വേണ്ടിയിട്ട് ഓം ശ്രീം നമ എന്നും 369 എന്നുള്ള നമ്പരും നമ്മൾ എഴുതി വെക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ദിവസം വേണം എഴുതി തുടങ്ങാൻ. വെളുത്തവാവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 15 ദിവസം
മഞ്ജിരാതിനകത്ത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് ഓം മഹാലക്ഷ്മിയച്ച വിത്മഹേ വിഷ്ണു പത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് നിത്യവും ചൊല്ലുക, എഴുതി വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇത്ര പേർക്ക് കടബാധ്യതകളുണ്ടെന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വെള്ള പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ബുക്കിലാണ് എഴുതി വെക്കുന്നതെങ്കിൽ അതിൻ്റെ മറ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീടുണ്ട്, ഈ വീടിന് എത്ര രൂപയുടെ മൂല്യമുണ്ട്, എൻ്റെ കയ്യിൽ എത്ര പവൻ സ്വർണ്ണമുണ്ട്, അത്രയും പവൻ സ്വർണ്ണത്തിൻ്റെ മൂല്യം എഴുതി വെക്കുക. എൻ്റെ വാഹനത്തിൻ്റെ മൂല്യം എഴുതി വെക്കുക, എൻ്റെ ബൈക്കിൻ്റെ മൂല്യം എഴുതുക. എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഓരോരുത്തരുടെയും. നിങ്ങളുണ്ട്, നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ സന്താനങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സമ്പത്താണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ നോട്ടത്തിൽ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ സമ്പത്താണെന്നാണ് ലക്ഷ്മി ദേവി പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമ്പത്താണെന്നാണ് ദേവി പറയുന്നത്. അപ്പം നമ്മുടെ സമ്പത്തുകൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മളങ്ങ് എഴുതി വെക്കുക. ഇപ്പോൾ ആൾക്കാർ പറയും തിരുമേനി 8 ലക്ഷം രൂപ പണയവിരിപ്പുണ്ട്. അപ്പോൾ 12 ലക്ഷം രൂപയുടെ സ്വർണ്ണമില്ലാതെ 8 ലക്ഷം രൂപ ഒരിക്കലും ബാങ്കുകാർ തരത്തില്ലല്ലോ. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ട് അതിൻ്റെ മൂല്യം കണക്കൂട്ടി വെക്കുക. എൻ്റെ വീട് എത്ര ഉണ്ട് അത് കണക്കൂട്ടി വെക്കുക. ഇത് എഴുതുക. ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും എഴുതണമെന്നല്ല പറയുന്നത്, എല്ലാ ദിവസവും എഴുതേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. എല്ലാ ദിവസവും മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം എഴുതി തുടങ്ങേണ്ട ദിവസം എന്ന് പറയുന്നത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെളുത്തവാവ് വരെ എഴുതാകുള്ളൂ. വെളുത്തവാവ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഈ ബീജാക്ഷരം എഴുതി പ്രാർത്ഥിക്കാൻ പാടില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മൺചിരാതിനകത്ത്, അത് നിത്യവും ചെയ്യാം. പക്ഷേ ഈ എഴുതുന്ന കാര്യം ഇങ്ങനെ ചെയ്ത് നിങ്ങൾ വെക്കുക. പേഴ്സിലോ പോക്കറ്റിലോ വെക്കുക, നിങ്ങളുടെ മേശയിൽ വെക്കുക, നിങ്ങളുടെ അലമാരിയിൽ വെക്കുക. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടതില്ല. തൊട്ട് താഴെയുള്ള വീഡിയോസിൽ ഭാഗ്യ നമ്പർ പറയുന്നുണ്ട്. എല്ലാ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ പറയുന്ന വീഡിയോ ഉണ്ട്. അത് യൂട്യൂബിനകത്തുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾ പല ആളുകളെയും വിളിക്കുന്നുണ്ട്. തിരുമേനി മാത്രമല്ല, എന്നെ മാത്രമല്ല, 100 കണക്കിന് ആളുകളെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നം, എന്നെ വിളിക്കുന്ന 98% ആളുകളും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നതും. അപ്പോൾ ഈ ധനപരമായിട്ടുള്ള പ്രശ്നം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് പലരും പല പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും മുടക്കാനിനി ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കടം മേടിച്ചിട്ട് പൂജകൾ ചെയ്തിട്ട് ഫലമില്ലാതെ ആ പൈസയും കൂടെ നഷ്ടം വന്നു എന്ന് പറഞ്ഞ് പിന്നെയും വീട്ടിൽ കലഹം ഉണ്ടാകുന്ന വീടുകളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾ വിശ്വാസപൂർവ്വം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. നന്ദി, നമസ്കാരം.